പെൻഗ്വിൻ ബുക്സ് തുടങ്ങിക്കൊണ്ട് ബ്രിട്ടനിൽ വി.കെ. കൃഷ്ണമേനോൻ തുടങ്ങിവെച്ച പബ്ലിഷിംഗ് രംഗത്തെ പാരമ്പര്യം 8 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു മലയാളി തുടരുന്നതിന് അടുത്തിടെ ലണ്ടൻ നഗരം സാക്ഷിയായി. പുസ്തക പ്രസാധകത്തിന് പ്രസിദ്ധമായ ലണ്ടൻ ഫ്ലീറ്റ് സ്ട്രീറ്റിൽ നിന്നും ലണ്ടനിലെ ആദ്യത്തെ ഈവനിംഗ് ഡെയിലി ഡിജിറ്റൽ ന്യൂസ് പേപ്പർ രംഗത്തേക്ക് കടന്നുവരികയാണ് പ്രവാസ ലോകത്തിന്റെ ശില്പിയായ അനസുദ്ദീൻ അസീസ്. 986-ൽ റൂപ്പർട്ട് മർഡോക്ക് പ്രസാധക രംഗത്ത് കുത്തകയാർജിച്ചതിന് ശേഷം പുറത്തിറങ്ങുന്ന ആദ്യ പത്രപ്രസിദ്ധീകരണമെന്ന ഖ്യാതിയും ലണ്ടൻ ഡെയിലി ഡിജിറ്റലിന് അവകാശപ്പെട്ടതാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. പത്രപ്രവർത്തകനും പ്രവാസലോകത്തിന്റെ അമരക്കാരനുമായ അനസുദ്ദീൻ അസീസ് നേതൃത്വം നൽകുന്ന പ്രതിമാസ പ്രിന്റ് പതിപ്പോടു കൂടിയ ഒരു പുതിയ പ്രതിദിന സായാഹ്ന ഡിജിറ്റൽ പത്രം ലണ്ടൻ ഡെയിലി പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് പുറത്തിറക്കുകയുണ്ടായി. ആയിരത്തി 1986-ലെ വാപ്പിംഗ് വിപ്ലവത്തിനു ശേഷം ബ്രിട്ടീഷ് പത്രങ്ങളുടെ ഹൃദയമായ ഫ്ലീറ്റ് സ്ട്രീറ്റിൽ നിന്നുള്ള ആദ്യത്തെ പത്രം എന്ന ഖ്യാതിയോടെയാണ് ലണ്ടൻ ഡെയിലി പ്രസിദ്ധീകരണം തുടങ്ങുന്നത്. 1937-ൽ വി.കെ. കൃഷ്ണമേനോൻ പെൻഗ്വിൻ ബുക്സ് ആരംഭിച്ചതിനു ശേഷം UK-യിലെ മുഖ്യധാരാ പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു മലയാളി നടത്തുന്ന ആദ്യത്തെ ചുവടുവയ്പ്പാണിത്. ലണ്ടനിലെ സിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്രിട്ടനിലെ പ്രമുഖ മാധ്യമപ്രവർത്തകരായ ഡേവിഡ് സ്മിത്ത്, മിഹിർ ബോസ്, ഡൊമിനിക് പോൺസ്ഫോർഡ്, അനസുദ്ദീൻ അസീസ് എന്നിവർ സംയുക്തമായി ഉദ്ഘാടന പതിപ്പിന്റെ കോപ്പികൾ അനാവരണം ചെയ്തുകൊണ്ട് ലണ്ടൻ ഡെയിലിയുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചു. ജനാധിപത്യ സമൂഹത്തിൽ പ്രാദേശിക മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രമുഖ മാധ്യമപ്രവർത്തകനും ലണ്ടൻ ഡെയിലിയുടെ എഡിറ്റർ ഇൻ ചാർജുമായ മിഹിർ ബോസ് ആമുഖ പ്രഭാഷണം നടത്തി. And what is fascinating about London, and this is what this publication will do and will endeavour to do, is London is actually a great city, but it's actually a collection of discrete villages. When I was growing up in India, I was told that Hampstead Garden Suburbs was the political heart of this country. Why? Because Harold Wilson lived there, and the Labour Party grandees, as much as they were grandees and members. പത്രങ്ങളെ പോലെ ഒരു ദിനം കൊണ്ട് ഒടുങ്ങുന്നതല്ല എന്നും വാർത്തകളുടെ അപ്ഡേഷനും ഭാവിയിലേക്കുള്ള കരുതിവയ്ക്കലിനും കൂടി ഉപകാരമാണ് ഡിജിറ്റൽ പത്രങ്ങളുടെ സാന്നിധ്യം എന്നും ടൈംസ് ദിനപത്രത്തിന്റെ എക്കണോമിക്സ് എഡിറ്റർ ഡേവിഡ് സ്മിത്ത് ആശംസാ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. For journalists of my generation, we don't quite believe something has been published unless it appears in print. Digital is great, and your paper is proper newspaper in digital form. The newspaper websites tend to be ever changing and fast changing, so you don't have the permanence of a print story. Before you know what's happened, it's disappeared, it's been updated. It's not as permanent a record as a print publication. The one thing I would say, I think the longest lasting London evening paper was the Evening News, which closed just before its centenary. It closed at 99 years old. So I look forward very much for us all to be back here in 99 years' time to celebrate the great success of this new venture. I wish you every success as it is. ദേശാഭിമാനിയുടെ ഒരു പ്രാദേശിക റിപ്പോർട്ടറായി തന്റെ കരിയർ ആരംഭിച്ച അനസുദ്ദീൻ അസീസ് 2002-ൽ ദുബായ് ആസ്ഥാനമായുള്ള ഖലീജ് ടൈംസിന്റെ വിദേശ ലേഖകനായി ലണ്ടനിലെത്തുകയും ചെയ്തു. പ്രവാസലോകത്തിന്റെ ആശയം രൂപീകരിച്ച അനസുദ്ദീൻ ലണ്ടൻ ഡെയിലിയിലൂടെ ഫ്ലീറ്റ് സ്ട്രീറ്റിന്റെ പൈതൃകം പുനരുജ്ജീവിപ്പിക്കാനും ഒരിക്കൽ ഈ ചരിത്രപാതയിലൂടെ സഞ്ചരിച്ച മാധ്യമ ഭീമന്മാരുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുമാണ് ലക്ഷ്യമിടുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. Scoops. Nowadays, what people are, Dominic always carrying that story. Journalists are forced to make SEO optimized, click-based stories, and they have to draw an audience of
2.5 million or 3 million. Otherwise, the job is in jeopardy. So I'm not believing that's not journalist's job. Journalist's job is writing news with this framework of 5 Ws and 1 H. That's all. That's not their responsibility to add click bites and that sort of thing. That's the responsibility of the sales and marketing and PR. Nowadays, the journalists are forced to do all those things, and we are not believing it. And we are trying our best. ബ്രിട്ടീഷ് പത്രപ്രവർത്തനത്തിലെ ഒരു പുതിയ അധ്യായമാണ് ലണ്ടൻ ഡെയിലിയുടെ ആരംഭം. ഫ്ലീറ്റ് സ്ട്രീറ്റിന്റെ മാധ്യമ ചരിത്ര പാരമ്പര്യങ്ങളുമായി ഡിജിറ്റൽ നവീകരണത്തെ സമന്വയിപ്പിക്കുകയും പ്രാദേശിക വാർത്തകളിലും സമകാലിക മാറ്റങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ലണ്ടൻകാർക്ക് ഉൾക്കാഴ്ചയുള്ളതും വിശ്വസനീയവുമായ വാർത്തകൾ നൽകുക എന്നതുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ലണ്ടൻ ഡെയിലിയുടെ അസോസിയേറ്റ് എഡിറ്റർ രാജൻ സിംഗ് നസ്രാൻ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. So we're looking very much forward to the great work that Aziz will be doing with this wonderful panel of teams as well. We're not competing with podcasts, you guys are far too senior for us. But on that note, I'd like to say a massive thank you to all of you from tackling the British weather, the very best of the 50 shades of grey skies that we have to deal with, and importantly for being champions of hope. Let's not forget, we are here at a moment where London does deserve better. We deserve better conversations, and the better conversations start here.